വീണ്ടും വരുന്നവനാവുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവർ, നിങ്ങൾക്കേവർക്കും ദൈവത്തിൻ്റെ തന്നെ നാമത്തിലുള്ള വിശുദ്ധ സ്നേഹവന്ദനം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. 6, 7, 8. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്ര വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എപ്രകാരമായിരിക്കണമെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ്. വിജാതികളെപ്പോലെ നാം ഒരു കാരണവശാലുമായി തീരരുതെന്ന് ഇവിടെ സത്യവേദ പുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ആ ഒരു കാര്യത്തിൽ മാത്രം നാം പോകാതെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് അനുസരിക്കാതെ, ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും മാനിക്കാതെ, ദൈവം പറഞ്ഞ വാഗ്ദത്തം അപ്പടിയെ നമ്മുടെ നടപ്പിൽ കൂടെ പ്രാവർത്തികമാക്കാതെ മറ്റ് ജാതികളെ പോലെ നാം ആയിരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുക? അല്ലെങ്കിൽ എവിടെയാണ് ദൈവം പറഞ്ഞെന്തുവാണ്, നിങ്ങളെപ്പോലെ തന്നെ തമ്മിൽ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്ത്യത്തോളം തമ്മിൽ സ്നേഹിക്കണം. നമുക്ക് ആർക്കും ഒരിടവും സ്നേഹമില്ലായ്മയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം, സ്നേഹമില്ലായ്മ. നമുക്ക് ആർക്കും തമ്മിൽ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. ആരെയും തമ്മിൽ സ്നേഹിക്കുവാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ദുരന്തങ്ങളും എല്ലാം നമ്മിൽ കൂടെ തന്നെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാവുന്ന യേശു ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, ഓരോരുത്തൻ കാമവിഹാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്നെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാമവികാരത്തിൽ ഇന്ന് ലോകം പോകുന്ന പോക്ക്, ഇന്ന് എവിടെ നോക്കിയിരുന്നാലും ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനമില്ലെങ്കിൽ, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഒരവസ്ഥയിൽ നിന്നും നമുക്കൊരു പിന്നോക്കം വേണമെങ്കിൽ, ഈ ഒരവസ്ഥയിൽ നിന്നും നമുക്കൊരു വിടുതൽ വേണമെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അനുസരിച്ചേ മതിയാകും. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത്. ഇന്ന് എവിടെയായാലും ഇന്ന് സഹോദരനെ ചതിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ നാം തന്നെയും നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ മാനിക്കാതെ ഗൗനിക്കാതെ അവരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റേണ്ടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അത് നമ്മൾ സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ എന്നെ സ്നേഹിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞു എങ്കിൽ, ആ യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, ആ യേശു കർത്താവാണ് എല്ലാത്തിനും പ്രതികാരകൻ എന്ന് പറയുമ്പോൾ നമുക്കിന്ന് എവിടെയാണ് സ്നേഹമുള്ളത്? ആരുടെ മുഖത്തിലും സ്നേഹമില്ലായ്മ, എവിടെയും സ്നേഹമില്ല, സന്തോഷമില്ല, എവിടെയും അശുദ്ധിയും വിശുദ്ധിയിലേക്കുള്ള വാതിൽ തുറന്നു കിടന്നിട്ടും എവിടെയും അശുദ്ധി മാത്രം, എവിടെയും കാമാർത്ഥികളിൽ കൂടെയുള്ള ഒരു നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനതയുടെ മധ്യ നാം ആയിരിക്കുമ്പോൾ ഇവിടെ ദൈവം പറയുന്നു, ആ ജാതികളെ പോലെ നാം ആയി തീരരുതെന്നാണ് ഇവിടെ ദൈവം നമുക്ക് ആഹ്വാനം തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അടുത്ത് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. നാം ജനിച്ച അന്നു മുതൽ, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അന്നു മുതൽ നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. പ്രിയമുള്ളവരെ, ആ ആത്മാവ് എപ്രകാരമുള്ളതാണ്? ദൈവം നമ്മുടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം ദൈവത്തിൻ്റെ ആത്മാവായി ഇന്നും പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആത്മാവിനെ കുറച്ചുകൂടെ പരിശുദ്ധമാക്കുവാൻ, കുറച്ചുകൂടെ കളങ്കമില്ലാത്തതാക്കുവാൻ, കുറച്ചുകൂടെ മായമില്ലാത്തതായി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവായി നമ്മുടെ മധ്യ അവതരിച്ചിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവായ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ പകരുമെന്ന് യോവേൽ പ്രവചനത്തിൽ കൂടെ പറയുമ്പോൾ ആ ആത്മാവിനെ തന്ന കർത്താവിനാണ് നാം തുച്ഛീകരിക്കുന്നത്. നമുക്ക് ആത്മാവിനെ തന്ന ദൈവത്തെയാണ് നാം തുച്ഛീകരിക്കുന്നത്. നമുക്ക് ആത്മാവിനെ തന്ന ദൈവത്തെയാണ് നാം
പോർ വിളിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഇപ്രകാരമുള്ള ഈ ഒരു ജനതയുടെ മധ്യ നാം ആയിരിക്കുമ്പോൾ, ഇപ്രകാരമുള്ള എല്ലാവിധമാകുന്ന കാമാർത്ഥികളും വെറുക്കൂത്തുകളും ചതിയും വഞ്ചനയും എല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് സർവശക്തനാവുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിനക്ക് വേണ്ടിയാണല്ലോ കാൽവരിയിൽ യാഗമായി തീർന്നത്. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയാണല്ലോ എൻ്റെ സ്വപുത്രനെ മാനിക്കാതെ ഞാൻ ലോകത്തിലേക്ക് അയച്ചത്. നിന്നെ മാനവരാശിയുടെ മധ്യയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി, നിന്നെ മാനവ കുലത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി എൻ്റെ സ്വപുത്രനെ തന്നെയും ഞാൻ മാനിക്കാതെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് സ്വർഗസ്ഥ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ പിതാവിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളിൽ എത്ര പേർക്ക് ആ ദൈവത്തെ മുറുകെ പിൻപറ്റുവാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം തുച്ഛീകരിക്കാതെ മറ്റുള്ളവരുടെ മധ്യേ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും പരിശുദ്ധിയിലേക്ക് നാം നയിക്കുവാൻ തക്കവണ്ണം എല്ലാ അശുദ്ധിയും, എല്ലാ മാലിന്യങ്ങളും, എല്ലാവിധമാവുന്ന ഭോഷ്കും ചതിവും വഞ്ചനയും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മെല്ലാവരെയും കാത്തു പരിപാലിച്ച് രക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.